ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇസ്ലാമാബാദിലും ലാഹോറിലും ബ്ലാക്ക് ഔട്ടാണ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ കനത്ത തിരിച്ചടിയിൽ ഈ രണ്ട് സ്ഥലങ്ങളിലും വലിയ ഒരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്ലാമാബാദിലും സമാനമായ സാഹചര്യമാണ്. ഇസ്ലാമാബാദിൽ മിസൈൽ ആക്രമണമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനോടൊപ്പമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പൈലറ്റ് ഇന്ത്യയുടെ പിടിയിലാകുന്നത്. ജയ്സാൽമേറിൽ തകർന്നു വീണ F-16 പൈലറ്റാണ് പരിക്കുകളോടെ ഇന്ത്യയുടെ കസ്റ്റഡിയിലുള്ളത് എന്ന് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരുന്നു എന്നുള്ളതാണ്. ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളും ഇപ്പോൾ ഇന്ത്യ കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് രണ്ട് വിമാനങ്ങളുടെ കൂടി അവശിഷ്ടങ്ങൾ കണ്ടെത്താനുണ്ട്. ചൈനയുടെയും JF-17 വിമാനങ്ങളാണ് ഇന്ത്യ തകർത്തത്. ഈ രണ്ട് വിമാനങ്ങളുടെ വിവരങ്ങൾ കൂടി വരാനുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ജയ്സാൽമേറിൽ തകർന്നത് F-16 വിമാനമായിരുന്നു. ആ F-16 വിമാനത്തിൻ്റെ പൈലറ്റാണ് ഇപ്പോൾ ഇന്ത്യയുടെ പിടിയിലുള്ളത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ഇന്ത്യയുടെ തിരിച്ചടി ലാഹോറിലും ഇസ്ലാമാബാദിലുമാണ്. കറാച്ചിയിലും ഇന്ത്യ ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത് ഏത് തരത്തിൽ എന്നുള്ളത് നമ്മളിപ്പോഴും അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കറാച്ചിയിലേക്ക് നാവികസേനകളാണ് പിന്നെ ഉള്ളത്. നാവികസേന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും നാവികസേന മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന സ്ഥിതിയാണ് അറബിക്കടലിൽ. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ സുശക്തമായ നാവികസേന അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ആദ്യം ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ സേന നീങ്ങി തുടങ്ങി എന്നുള്ള തരത്തിൽ. പക്ഷേ അക്കാര്യത്തിൽ ഒരു വ്യക്തതയും സ്ഥിരീകരണവും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ദിവിഷ്, പാകിസ്ഥാന്റെ പ്രകോപനത്തിലുള്ള മറുപടി നമ്മളിത് ആരംഭിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ 3.0 എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നിലയിലേക്ക് ഇന്ത്യയുടെ ഡ്രോണുകൾ, മിസൈലുകൾ ഇപ്പോൾ കറാച്ചിയെയും ഇസ്ലാമാബാദിനെയും ലാഹോറിനെയും ലക്ഷ്യവെക്കുന്നു എന്നതാണ്. പാകിസ്ഥാൻ പഠിക്കാത്ത പാഠങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും എന്ന് വ്യക്തമാക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ഡ്രോണുകളും മിസൈലുകളും പോർവിമാനങ്ങളും ഒക്കെ പറത്തി ഇന്ത്യയെ ഒന്ന് വിറപ്പിക്കാമോ എന്ന് കരുതി നോക്കിയതാണ് പാകിസ്ഥാൻ. പക്ഷേ മിനിറ്റുകൾ കൊണ്ട് പാകിസ്ഥാൻ വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നു. ഞങ്ങളുടെ 2 പോർവിമാനങ്ങൾ തകർന്നു, ഞങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടു, ഞങ്ങൾ സംഭാഷണത്തിന് തയ്യാറാണ്, പാകിസ്ഥാൻ എപ്പോഴും സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന രാജ്യമാണ് എന്നൊക്കെ പാകിസ്ഥാന് പറയേണ്ടി വന്നത് അവർ ഏറ്റ തിരിച്ചടിയുടെ ഫലമാണ് എന്ന് വ്യക്തമാണ്. ഈ രാത്രി കൊണ്ട് പാകിസ്ഥാൻ നിർത്തിയാൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാമെന്നത് മാത്രമേ പാകിസ്ഥാനോട് ഓരോ ഇന്ത്യക്കാരനും പറയാനുള്ളൂ.